പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുവചനം. ഞാൻ പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. ഈശോയുടെ വലത്തുവശത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ട കള്ളൻ ചെയ്തുപോയ പാവങ്ങളെ ഓർത്ത് അനുതപിച്ച് എളിമയോടെ പ്രാർത്ഥിച്ചു, ദൈവമേ, നിന്റെ രാജ്യത്തിൽ നീ ചെല്ലുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. പക്ഷേ ഇടത്തുവശത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ട കള്ളൻ ചെയ്തുപോയ പാവങ്ങളെ ഓർത്ത് അനുതപിക്കാതെ എളിമയില്ലാതെ അഹങ്കാരത്തോട് പ്രാർത്ഥിച്ചു, നീ ദൈവപുത്രനല്ലേ, നിന്നെയും രക്ഷപ്പെടുത്തി ഞങ്ങളെയും രക്ഷപ്പെടുത്തുക എന്ന്. അനുതപിച്ച് എളിമയോടെ പ്രാർത്ഥിച്ച വലത്തുവശത്തെ കള്ളനോട് ഈശോ പറഞ്ഞു, നീ എന്നോട് കൂടെ ഇന്ന് പറുദീസയിലായിരിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മൾ ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് അനുതപിച്ച് എളിമയോടെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം.